ഹലോ ഗൈസ്, നമ്മൾ ഗോവയിൽ പോയപ്പോൾ താമസിച്ചിരുന്ന സെൻറ്റ് റിജസ് ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നുള്ളത്. ഇത് ഭയങ്കര വലിയൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസും അതുപോലെ തന്നെ അവരുടെ സർവീസും പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിരുന്നേ. നമ്മൾ പോയതും ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒത്തിരി മലയാളി ചേട്ടന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നേ. മലപ്പുറത്തു നിന്നുള്ള ചേട്ടന്മാരായിരുന്നു കേട്ടോ. ഫുഡ് അടിപൊളിയായിരുന്നു. ഒരു പ്ലേറ്റ് നിറയെ സാമ്പാർ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ലേ എത്രത്തോളം അടിപൊളി സാമ്പാറായിരുന്നെന്ന്. പ്രോപ്പർട്ടീസ് എല്ലാം ഓരോ വില്ല മോഡലാണേ. ഒരു വില്ലയിൽ ഒരു 4 റൂമൊക്കെ വരും. നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത് നോർത്ത് ഇന്ത്യൻസൊക്കെ കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യാറുണ്ടെന്നാണ്. ബാക്കിൽ തന്നെ ബീച്ചാണ് കേട്ടോ. ഇവരെ പ്രൈവറ്റ് ബീച്ചാണ്. ഷാഹിദ് കപൂറൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നയൻതാര, കല്യാണി പ്രിയദർശനൊക്കെ ഈ അടുത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുണ്ടായേ. ആക്ടിവിറ്റീസ് പോലെ തന്നെ ഇവിടെ സ്പായും അതുപോലെ തന്നെ ജിമ്മും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഭയങ്കര വലിയ ഏരിയാസിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ആകുമ്പോൾ അതിലെ ബാത്റൂമിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമിനെ കുറിച്ചൊന്നും എടുത്തു പറയേണ്ടതില്ലല്ലോ. നമ്മുടെ പൂൾ സൈഡിലെ ഒരു നൈറ്റ് വ്യൂ ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ മഴയായിരുന്നു. കേരളത്തിലെ പോലെ തന്നെ ഇപ്പോൾ അവിടെ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ടൈം കുറച്ച് മോശമായിരുന്നേ. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ അധികവും ഇന്ത്യൻസ് ആണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. അവർ പറഞ്ഞതനുസരിച്ച് ഇവിടെ സീസൺ ടൈമിൽ കൂടുതലും ഫോറിനേഴ്സാണ് കേട്ടോ ഉണ്ടാവുക. അവർ ഒരു മന്തിലോട്ടൊക്കെ യോഗയും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ആർച്ചറിയും അതുപോലെ തന്നെ സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ബൊഫയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഒരു ഷാമ്പെയിൻ ഓപ്പണിംഗ് സെറിമണി ഉണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മളെല്ലാവരെയും വന്ന് അവരെ ഇൻവൈറ്റ് ചെയ്യും കേട്ടോ. അവരതൊരു പ്രെയർ പോലെയാണ് ചെയ്യുന്നത്. ഓപ്പണിംഗ് സെറിമണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഷാമ്പെയിനും നൽകുന്നുണ്ടായിരുന്നേ. നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആയിക്കോട്ടെ പുറത്തുള്ള ആംബിയൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫുഡും അവർ തരുന്ന സർവീസും എല്ലാം അടിപൊളിയാണ്. ഇത് അവിടുത്തെ ബാത്റൂമാണ്. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു. അപ്പോൾ വേറെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.